ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഓരോ വാക്കുകൾ പഠിക്കാം. പുതിയ പുതിയ വാക്കുകൾ ഓരോന്ന് നമുക്ക് പഠിക്കാം. ടീച്ചർ പഠിപ്പിക്കുന്നത് കുറച്ച് വാക്കുകൾ, ഓരോ ക്ലാസ്സിൽ കുറച്ച് വാക്കുകൾ, കുറച്ച് വാക്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ബേസ് മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ? എല്ലാ വാക്കും, ഒരു ഭാഷയിലുള്ള എല്ലാ വാക്കും, എല്ലാ വാക്യങ്ങളും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളെ ഉൾപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായി കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ ടീച്ചർ പഠിപ്പിക്കില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് പേരൻസ് മുഴുവനായും പറഞ്ഞു തന്ന്, ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു തന്ന്, ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു തന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ മനുഷ്യരാണ് അല്ലേ? നമുക്ക് അത്യാവശ്യം കോമൺ സെൻസ് ഉണ്ട് അല്ലേ? അത്യാവശ്യം ചിന്തിക്കാനുള്ള കഴിവും ഒരു സാമാന്യ ബുദ്ധിയൊക്കെ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ടീച്ചർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപഠിക്കുന്നു, കേട്ടുപഠിക്കുന്നു, തൊട്ടറിയുന്നു, മണത്തറിയുന്നു അല്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് കൂടാതെ വായിക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? സ്റ്റോറി ബുക്കാണെങ്കിലും ന്യൂസ് പേപ്പർ ആണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്താണോ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പേരൻസിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളൊരു ചെറിയ സ്റ്റോറി ബുക്കാണെങ്കിലും എന്ത് ബുക്കാണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പേരൻസിനെ കാണിച്ചു കൊടുക്കണം. അത് നല്ലതാണോ, എനിക്ക് വായിക്കാൻ പറ്റുമോ എന്നൊക്കെ പേരൻസിന് അറിയണ്ടേ? അത് വലിയ അക്ഷരങ്ങളാണോ, എനിക്ക് വായിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ പേരൻസ് നിങ്ങളെപ്പോലെ കുഞ്ഞായിട്ട് വലുതായി വന്നതാണ് അല്ലേ? കുഞ്ഞായിരുന്നു അവർ പഠിച്ച് വലുതായി വന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പേരൻസിനെ അറിയിക്കണം. മനസ്സിലായോ? ഒരു ബുക്ക് സെലക്ട് ചെയ്യണം, പേരൻസിനോട് ചോദിക്കണം, അമ്മ, അച്ഛ അല്ലെങ്കിൽ പപ്പ, മമ്മി, ഞാനിത് എടുത്തോട്ടെ, ഇത് വായിക്കാൻ എനിക്ക് നല്ലതാണോ? അപ്പോൾ അവർ സെലക്ട് ചെയ്ത് തരും. മിസ്റ്റേക്സ് അവർ കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ബുക്കാണെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്ന് നിങ്ങളത് എടുക്കുമ്പോൾ, എന്താണ്, ലൈബ്രറിയിൽ ചെന്ന് അത് എടുക്കുമ്പോൾ പേരൻസ് ഇത് വായിക്കാൻ പറ്റും, നീ എടുത്തോ എന്ന് പറയും. വായിക്കാൻ പറ്റാത്ത ബുക്കാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് വലിയ കുഞ്ഞക്ഷരങ്ങളാണ്, ഒരുപാട് കഥയുണ്ട്, വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പേരൻസ് അതവിടെ മാറ്റി വയ്ക്കും. ഓക്കെ? അപ്പോൾ നിങ്ങൾക്ക് വായിക്കണം, മലയാളം വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി വേണം നിങ്ങൾ പുസ്തകങ്ങളെ സെലക്ട് ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ ടീച്ചർ ഇപ്പോൾ ബേസ് പഠിപ്പിക്കുന്നു, കുറച്ച് വാക്കുകൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ടൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ അല്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക? നിരന്തരം വായിക്കുക. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വാക്കുകളും വാക്യങ്ങളും അല്ലാതെ നിങ്ങളുടെ നിരന്തരമുള്ള സ്ഥിരമായ പ്രാക്ടീസ് നിങ്ങൾക്ക് വായിക്കാനുള്ള വിജയം തരും. ഓക്കെ? അപ്പോൾ നമുക്കൊന്ന് എഴുതിയാലോ പുതിയ വാക്കുകൾ? ഓക്കെ, വാ, ശ്രദ്ധിക്കുക. ഇതെന്താണ്? മാ, ആ, മാ. ഏതാണ്? ത, ള, അം. അപ്പം എന്താ? ളം. ഇത് കൂട്ടി വായിച്ചേ. മാതളം. എന്താണ് മാതളം? മാതളം, മാതളം. മാതളം നാരങ്ങ എന്നും പറയും. പോമിഗ്രാനേറ്റ്. എന്താണ്? പോമിഗ്രാനേറ്റ്. ഓക്കെ, അടുത്ത വാക്ക് ഇതെന്താണ്? ക, ട, ഉ. അപ്പം എന്താ? ടു അല്ലേ? കാട്ടു. വ. കൂട്ടി വായിക്കുമ്പോൾ കടുവ. മനസ്സിലായോ? നെക്സ്റ്റ് കടുവ, ടൈഗർ. കടുവ, ടൈഗർ. നെക്സ്റ്റ് ഇതെന്താണ്? ക, ഉ. അപ്പം എന്താ? കു. റ, ഉ. അപ്പം എന്താ? റു. കൂട്ടക്ഷരം. ആകെ ഒരു കൂട്ടക്ഷരമാണ് നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആകെ ഒരേ ഒരു കൂട്ടക്ഷരമാണത്. ഏതാണത്? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ? ക. ഏതാണ്? ക. ഓക്കെ, ഇനി നെക്സ്റ്റ്
ഇത് ചില്ലാണ്. എന്താണത്? ഇൻ അല്ലേ? ഇൻ. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ കുറുക്കൻ, കുറുക്കൻ. ഫോക്സ്, ഫോക്സ്, കുറുക്കൻ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താണ്? സ, ഇയുടെ ചിഹ്നം അല്ലേ? അപ്പം ഈ അം, അപ്പം എന്താ? ഇം അല്ലേ? അപ്പം ആ ടീച്ചർ പറയാറുണ്ട് എഴുതിയിരിക്കുന്ന അക്ഷരം, ആ ചിഹ്നം അല്ലേ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ശബ്ദം വരുന്നുണ്ട്. അപ്പം സ, ഇ, ഇം. അപ്പം എന്താ? സി, ഇം, സിം അല്ലേ? സിം. അടുത്തത് ഹ, അം. എന്താണ്? ഹം. ഇനി കൂട്ടി വായിക്കുമ്പോൾ സിം, ഹം. എന്താണ്? സിംഹം. മനസ്സിലായോ? സിംഹം, ലയൺ. ഓക്കെ, ലയൺ. അടുത്തത് ഇതേതാണ് അക്ഷരം? ച. ഈ ചിഹ്നം വരുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ. ചേ. ഓക്കെ, ചേ. ഇതെന്താണ്? വ, ഇ. അപ്പം എന്ത് വരും? ചെവി, ചെവി. എന്താണ്? ചെവി. ഇതാണ് ചെവി അല്ലേ? നമ്മൾ കേൾക്കുന്നത് ചെവി, ഇയർ അല്ലേ? ഇതാണ് ചെവി. കിട്ടിയോ? വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ നേരത്തെ വായിച്ച പോലെ സാവധാനം നിർത്തി നിർത്തി വായിച്ചു നോക്കണം. കണ്ടോ? സ, ഇ, സി, അപ്പം സിം. ഹ, അം, ഹം. അപ്പം അതൊക്കെ ഇനി കൂട്ടി വായിക്കി. സിംഹം. കണ്ടോ? വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് ഇതേപോലെ നിർത്തി നിർത്തി വായിക്കണം. ടീച്ചർ പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമ്മളെ പേരൻസും ടീച്ചേഴ്സും പഠിപ്പിച്ച് നമുക്ക് നേടാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ ലൈബ്രറിയിൽ പോയി എടുക്കണം. എന്നിട്ട് ടീച്ചർ പഠിപ്പിച്ച വാക്കുകൾ ഉണ്ടാവും, പേരൻസ് പറഞ്ഞ വാക്കുകൾ ഉണ്ടാവും. ഇനി നമ്മൾ കേൾക്കാത്ത വാക്കുകൾ എന്തെങ്കിലും പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും വാക്കോ വാക്യങ്ങളോ വന്നാൽ പേരൻസിൻ്റെ അടുത്ത് വേഗം പോയി അതിൻ്റെ അർത്ഥം ചോദിക്കണം. അർത്ഥം ചോദിക്കുക. അമ്മ ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഈ വാക്ക് എന്താണ്? അല്ലെങ്കിൽ ഈ വാക്യം എന്താണ്? അല്ലേ? പേരൻസ് നമുക്കത് കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, ഒപ്പം നമുക്ക് ക്ലാസ്സിൽ നിന്നും കൂടെ പഠിച്ച് പോകാം. നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു 15 മിനിറ്റ് മലയാളം വായിക്കാൻ എഴുതാനും മസ്റ്റായിട്ടും കണ്ടെത്തണം. മനസ്സിലായോ? എന്നാൽ മാത്രമാണ് നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഭാഷ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏത് ഭാഷയാണെങ്കിലും, അപ്പോൾ നമ്മൾ മലയാളം പഠിക്കുന്നതുകൊണ്ട് മലയാള ഭാഷ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിരന്തരം നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. മനസ്സിലായോ? അപ്ഡേറ്റ് ആവണം. അതിനാണ് ടീച്ചർ പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കാൻ. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പറിൽ ചെറിയ അക്ഷരങ്ങളായതുകൊണ്ട് സ്റ്റോറി ബുക്കുകൾ, കുഞ്ഞു കുഞ്ഞു സ്റ്റോറി ബുക്ക് ആയാലും കുഴപ്പമില്ല. അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, വാക്കുകളൊക്കെ അറിഞ്ഞറിഞ്ഞ് വരണ്ടേ? അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറി ബുക്കുകൾ ആദ്യം വായിക്കുക. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ എല്ലാം പരിചയമായി കഴിയുമ്പോൾ മലയാളം ന്യൂസ് പേപ്പറിലേക്ക് കടക്കുക. ഓക്കെ, നന്നായിട്ട് വായിക്കുക. പരിശ്രമം മാറ്റി വെക്കരുത്. നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. നിരന്തരം സ്ഥിരമായി ട്രൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.